പ്രാദേശിക തലത്തിൽ ലഹരി വ്യാപനം തടയാൻ കടുത്ത നടപടികളുമായി കോഴിക്കോട് ജില്ലയിലെ മഹല്ല് കമ്മിറ്റികൾ. ലഹരി കുറ്റവാളികളെ ബഹിഷ്കരിക്കാനാണ് താമരശ്ശേരി പുതുപ്പാടിയിലെ മഹല്ല് കമ്മിറ്റികളുടെ തീരുമാനം. ഈങ്ങാപ്പുഴയിലെ ഷിബിലയുടെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. 30ഓളം മഹല്ല് കമ്മിറ്റികൾ സംയുക്തമായാണ് തീരുമാനമെടുത്തത്. നാടും നാട്ടുകാരും ലഹരി വ്യാപനത്തിന്റെ ഇരകളായി മാറുന്നത് തടയാൻ കോഴിക്കോട് പുതുപ്പാടി പഞ്ചായത്തിലെ മുസ്ലിം പള്ളികളിലെ മഹല്ല് കമ്മിറ്റികൾ തന്നെ മുൻകൈയെടുക്കുകയാണ്. പുതുപ്പാടി പഞ്ചായത്തിലാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് 2 കൊലപാതകങ്ങളും 1 മരണവും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെയുള്ള മതസാമൂഹിക പ്രതിരോധം ശക്തിപ്പെടുത്താനാണ് തീരുമാനം. പുതുപ്പാടി പഞ്ചായത്തിലെ സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി എല്ലാ വിഭാഗത്തിലും പെട്ട 30ഓളം പള്ളികളിലെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. പ്രാദേശികമായി വലിയ രീതിയിലുള്ള പ്രയാസമാണ് ഇപ്പോൾ നമ്മളെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യതയാർന്ന പരിഹാരം, ഒരു ആവേശപ്പുറത്ത് എന്തെങ്കിലും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഗ്രാസ് റൂട്ടിൽ ഈ വിഷയത്തെ കണ്ട് അതിൽ പെട്ടുപോയ ആളുകൾ, സാമ്പത്തികമായ താല്പര്യത്തിൻ്റെ പേരിൽ കച്ചവടത്തിനിറങ്ങിയ ആളുകളുണ്ട്. അവരെ അതിൻ്റെ സാഹചര്യവും വസ്തുതയും ബോധ്യപ്പെടുത്തുക. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ ആ മേഖലയിലേക്ക് അവരെ കൊണ്ടുവന്ന് ഇത്തരം മേഖലയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക. ഇതിൻ്റെ അഡിക്ഷനിൽ അറിയാതെ പെട്ടുപോയി ഇതിൽ അഡിക്റ്റായി കിടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വിമുക്തി പോലെയുള്ള സർക്കാർ സംവിധാനങ്ങളും മറ്റു ഡി അഡിക്ഷണൽ സൗകര്യങ്ങളും നൽകുക. ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളും മഹല്ലിൻ്റെ കീഴിൽ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനാണ് ഇന്നവിടെ നടന്ന ചർച്ചയുടെ ഭാഗമായി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ലഹരി കച്ചവടവും ഉപയോഗവുമായി ബന്ധപ്പെട്ടവരെ ബഹിഷ്കരിക്കും. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ സർക്കാരും പോലീസും നടത്തുന്ന എല്ലാ നടപടികൾക്കും സർവ്വതലത്തിലുമുള്ള സഹകരണവും പിന്തുണയും നൽകും. ലഹരിക്കെതിരെ സംരക്ഷണ വലയവും മഹല്ല് തലത്തിൽ ബഹുജന കൂട്ടായ്മയും യുവാക്കളുടെ കൂട്ടായ്മയും രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.